കുറച്ച് ദിവസത്തെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം എലിസബത്ത് വീണ്ടും വീഡിയോമേ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ലോങ് വീഡിയോ ആണ്. സാധാരണഗതിയിൽ 6-7 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ കൊണ്ട് അവർ നിർത്തും. പക്ഷേ അവിടെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓഡിയോ കേൾക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് മരണഭീതിയാണ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർ കൊല്ലപ്പെടാം, അവരുടെ ഈ ചാനൽ, ഇപ്പോൾ ഉള്ള യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെടാം, ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യപ്പെടാം, അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെല്ലാം നിർബന്ധിതപൂർവ്വം ഡിലീറ്റ് ചെയ്യപ്പെടാം എന്ന ഒരു ധ്വനിയാണ് എലിസബത്ത് ഈ പ്രാവശ്യത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. 30-32 മിനിറ്റ് നീളുന്ന ഒരു വീഡിയോയിൽ സകല കാര്യങ്ങളും പേര് പറയാതെ എലിസബത്ത് പറയുന്നുണ്ട്, താൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ. എന്ത് തോന്നുന്നു പൗർണമി ഇത് കേട്ടിട്ട്? എലിസബത്തിന് ശരിക്കും പെടുവോ? എലിസബത്ത് ജീവനോടെ ഇനി ഉണ്ടാവോ അടുത്ത വീഡിയോ ചെയ്യാൻ? അല്ല, എലിസബത്ത് തന്നെ പറയുന്നത് നല്ല രീതിയിലുള്ള ഭീതിയുണ്ട്, അല്ലെങ്കിൽ തന്നെ ഭീഷണിയുണ്ട്, താൻ കൊല്ലപ്പെടുമോ എന്ന ഭയമുണ്ട്. അന്ന് പറഞ്ഞതുപോലെ തന്നെ, അതായത് 1-2 ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം, എന്നെ പറ്റി ചർച്ച ചെയ്യണം. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയാതെ പറഞ്ഞു വെക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എലിസബത്ത് എന്ന വ്യക്തിയെ, അല്ലെങ്കിൽ എലിസബത്തിനെ മറക്കരുത്, നിങ്ങൾ നിരന്തരമായി എന്നെക്കുറിച്ച് സംസാരിക്കണം. കാരണം അങ്ങനെ എങ്കിൽ മാത്രമേ, അതായത് ആ ഒരു വിഷയം തള്ളിപ്പോയി കഴിയുമ്പോഴാണല്ലോ എല്ലാവരും അത് മറന്നു എന്ന് കരുതിക്കൊണ്ട് ആളുകൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനോ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അതാണ്. ഒരാൾ കത്തി നിൽക്കുമ്പോൾ, ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ആ ആളെ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല. കാരണം സ്വാഭാവികമായിട്ടും ശ്രദ്ധ ആർജിച്ച് നിൽക്കുന്ന സമയത്താണ് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തി പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളത് തെളിയും. അതുകൊണ്ട് തന്നെ ഒന്ന് തണുത്ത് ആറിക്കഴിയുമ്പോൾ ഒന്ന് ഇടപെടുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു 30 മിനിറ്റിലധികമുള്ള വീഡിയോയിൽ ഈസ്റ്റർ വിഷസും ഒക്കെ ആയിട്ടാണ് എലിസബത്ത് വന്നതെങ്കിൽ പോലും അവരവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ പല റെസ്ട്രിക്ഷൻസും ഉണ്ടെന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അവർ തുറന്ന് സമ്മതിക്കുന്നു കേസ് കൊടുത്തിട്ടുണ്ട് എന്ന്. അത് മാത്രമല്ല, 3-ാം തീയതി എന്തോ നിർണായകമായിട്ടുള്ള ഒരു സംഭവം നടക്കാനിരിക്കുന്നു എന്നുള്ള ഒരു ധ്വനിയും അല്ലെങ്കിൽ ആ ഒരു സംസാരവും അതിലുണ്ടായിരുന്നു. അന്ന് വരെ താൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല, അതിനോടകം തനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല, അനാവശ്യമായിട്ട് തൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ നോക്കുന്നുണ്ടോ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി, ഈ ആക്ടറായ ബാല എന്ന് പറയുന്ന ആളുടെ കൂടെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള സമയത്തെ സകലമാന കാര്യങ്ങളും ആ ഒരു ചെറിയ വീഡിയോയിൽ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏറ്റവും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു 30 മിനിറ്റിലെ വീഡിയോ ശാരിക അത്യാവശ്യം A-to-Z കാര്യങ്ങൾ അതിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എലിസബത്ത് ആ ഒരു വ്യക്തി എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവർ ഇപ്പോഴും തുറന്നു പറയുന്നു. അവർ പറയുന്നുണ്ട്, എനിക്ക് എന്തിനായിരുന്നു എന്നറിയില്ല, എന്നെ ഏറെ കുറ്റപ്പെടുത്തി, എന്നെ മാനസിക രോഗിയാക്കി, എനിക്ക് അസുഖക്കാരിയാക്കി, മറവിയുള്ള ആളാക്കി, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ആളുകളുടെ മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഓടിച്ചെന്നത്, ഞാൻ ശുശ്രൂഷിച്ചത്. അതായത് ആ വ്യക്തി, ബാല എന്ന് പറയുന്ന വ്യക്തി രോഗശൈലിയിൽ വയ്യാതെ കിടന്നപ്പോൾ ഇവൻ തൻ്റെ കരള് പകുത്തു നൽകാൻ പോലും ഇത്രയും ക്രൂരതയ്ക്ക് ശേഷവും തയ്യാറായിരുന്നു ഈ എലിസബത്ത് എന്ന് പറയുന്ന ആളല്ലേ? അതെ, കാരണം എലിസബത്ത് പറയുന്നുണ്ട്, എനിക്ക് അന്ന് ആ സമയത്ത് അയാളുമായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ അബ്യൂസിങ് ഉണ്ടായിട്ടും എനിക്ക് അയാളോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ബിക്കോസ് ഞാൻ അയാൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് പറയുമ്പോൾ ഇപ്പോഴും എലിസബത്തിന് സൗണ്ട് ഇടറും, കാരണം അത്രയും അധികം പ്രണയം അയാളോട് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു വിലയും കൽപ്പിക്കാതെ അവരിപ്പോഴും ഓർക്കുന്ന ഒരു ഈസ്റ്റർ ദിനത്തിൽ, 2023 ഒരു ഈസ്റ്റർ ദിനത്തിൽ ഇയാൾ രക്തം ഛർദ്ദിച്ച് ഇവരെ വീഡിയോ കോൾ ചെയ്തു. കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളൂ, നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന ഒരു സമയം, അതിനുശേഷമാണ് ഇയാൾ രക്തം ഛർദ്ദിച്ച് കിടക്കുന്നത്. അപ്പോഴും ഇയാൾ പറയുന്നത്, നീ എനിക്ക് മനഃപൂർവ്വം മരുന്ന് മാറ്റി തന്നു എന്നൊരു അലിഗേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എലിസബത്ത് പറയുന്ന പോലെ എലിസബത്ത് പേടിച്ചു. ഈ ബാല എന്ന് പറയുന്ന നടൻ രക്തം ഛർദ്ദിച്ച് കിടന്ന അയാൾ കരള് കത്തിപ്പോയിട്ടല്ല, പകരം എലിസബത്തിനെയാണ് അവിടെ അയാൾ ബ്ലെയിം ചെയ്തത്. എന്നിട്ട് നീ തിരിച്ചു വരണം, നീ ഇപ്പോൾ വരണം എന്ന് പറഞ്ഞാൽ പാതിരാത്രിക്ക് എലിസബത്ത്, ഈസ്റ്ററിൻ്റെ അന്ന് എലിസബത്ത് ഹോസ്പിറ്റലാണ് പേടിച്ചിട്ട്. അതായത് ഇയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെല്ലുവാണ്, നീ എനിക്ക് മരുന്ന് മാറി തന്നുകൊണ്ടാണ് എനിക്കൊരു അവസ്ഥ വന്നതെന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ കുറേ പ്രകടനങ്ങളൊക്കെ. പക്ഷെ പിന്നീട് മനസ്സിലായി ഇയാൾക്ക് കരൾ ഇല്ല, അത് പോയി അതിന് മാറ്റി വെക്കണം എന്ന രീതിയിൽ വന്നപ്പോൾ എലിസബത്ത് അത് കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ പിന്നീട് പക്ഷേ കൊടുക്കാൻ എലിസബത്ത് തയ്യാറായിരുന്നു 100%. പക്ഷേ പിന്നീട് ആൾക്കാർ വന്നു, ഡോണർ വന്നു, അങ്ങനെ അത് ആ ഒരു വിഷയം അങ്ങനെ. പക്ഷെ അപ്പോഴും എലിസബത്ത് പറയുന്നത്, എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൻ്റെ ഒരു ഫലം അവിടെ ഇല്ലാതായി പോയ നിമിഷങ്ങളാണ്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിതെല്ലാം ചെയ്തെന്ന് ഓർക്കുമ്പോഴുള്ള സങ്കടം, എനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം എലിസബത്തിന് നല്ലപോലെയുണ്ട്. കാരണം അയാളുടെ മോഷൻ കഴുകി കൊടുക്കുന്നു, അയാൾക്ക് കാണാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത പല സ്ഥാനങ്ങളും സ്റ്റിച്ചുകളിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അയാളെ തുടച്ചു വൃത്തിയാക്കി, അത്രയും ഒരു എന്താ പറയുന്ന ഒരു ഹൗസ് മെയ്ഡിനെക്കാളും അല്ലെങ്കിൽ ഒരു നേഴ്സിനെക്കാളും കാര്യമായിട്ട് ഡോക്ടറാണ്, ഷീസ് ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറാണ്, എങ്കിലും ഒരു ഭാര്യയുടെ കടമയും ഒരു ഡോക്ടറുടെ കടമയും ഒരുപോലെ നിർവഹിച്ച കുറേ നിമിഷങ്ങൾ, കുറേ ദിവസങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതെല്ലാം എലിസബത്ത് ചെയ്തത് ബാലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ബാല അതിനൊരു പുല്ലുവില പോലും കൽപ്പിച്ചില്ല ഇരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് എലിസബത്ത് ഭയങ്കരമായി ഷോക്കായി പോയത്. ഇപ്പൊ എലിസബത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആദ്യം ഞാൻ ഭ്രാന്തിയായിരുന്നു,
എന്നെ മാനസിക രോഗിയാക്കിയിട്ട് അവളുടെ അച്ഛനോടും അമ്മയോടും അതോടൊപ്പം തന്നെ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്താ ഇവളെ ചികിത്സിക്കാത്തത്, നിങ്ങൾ എന്നെ അവളെ ചികിത്സിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് അവൾ കുറ്റം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് ചോദിച്ചു ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അതായത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സൈക്കോളജിസ്റ്റിനെ സംസാരിച്ചപ്പോഴത്തേക്ക് സൈക്കോളജിസ്റ്റ് ഇവള് പറഞ്ഞ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നത് ഈ ബാലയുമായിട്ട് ഈ ഡോക്ടർ സംസാരിക്കുന്നത്. പറയരുത് തന്റെ ജീവിതത്തിന് പ്രശ്നമാകും എന്ന് വ്യക്തമായിട്ട് എലിസബത്ത് ആ ഡോക്ടറോട് പറഞ്ഞത്. കാരണം താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം മറ്റു പലരിൽ നിന്നുമല്ല തന്റെ സ്വന്തം ഭർത്താവിൽ നിന്നുമാണ് നേരിടുന്നത് എന്ന വിവരം എലിസബത്ത് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഈ വ്യക്തിയോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തന്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാവും, കൂടുതൽ ഉപദ്രവങ്ങൾ തനിക്ക് കേൾക്കും എന്ന് പറഞ്ഞിട്ട് പോലും ആ ഡോക്ടർ ഈ പറയുന്ന ബാലയോട് ഈ കാര്യങ്ങളെല്ലാം എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരിക്കും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരാളെ നമ്മൾ വിശ്വസിച്ച് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു ഡോക്ടറോട് അവർക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്നുള്ള എലിസബത്തിന്റെ ചോദ്യം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരാളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ശാരിക, ഈ ബാല തന്നെ എന്തിനാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത എലിസബത്തിന് കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർത്ത് മറ്റൊരാളുടെ അടുത്ത്, ഒരു പക്ഷേ അതും ഒരു പ്ലാൻ ആയിരിക്കാം, അങ്ങനെ ഒരു സ്ഥലത്ത് എലിസബത്ത് പോയി കഴിഞ്ഞാൽ എലിസബത്ത് എന്തായിരിക്കും പറയുന്നത് എന്ന് അറിയാൻ ആ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ആ സൈക്കോളജിസ്റ്റുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്തതാണോ അല്ലയോ എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല എലിസബത്ത് പറയുന്നുണ്ട്, എനിക്ക് നീതി കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ മറ്റേ ഒരു ജനഗണമന സിനിമയുടെ കാര്യമൊക്കെ എലിസബത്ത് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഇത് ഉത്തർപ്രദേശോ യുപിയോ അല്ലെങ്കിൽ മറ്റു രാജ്യമോ ഒന്നും അല്ല, ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്, കേരളത്തിലാണ് ഇത് നടക്കുന്നത്. എലിസബത്ത് പറയുന്നത് വളരെ വികാരപൂർവ്വമാണ്. അത് മാത്രമല്ല അതിനകത്ത് പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ അടുത്തൊരു രോഗി ചികിത്സിക്കാൻ വന്നാൽ ഞാൻ ഏറ്റവും വേഗം ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു രോഗിയെ എത്രയും പെട്ടെന്നാണ് ചികിത്സിച്ച് വിടുന്നത്. അല്ലാതെ 10 വർഷം കഴിഞ്ഞിട്ടോ 10 ദിവസം കഴിഞ്ഞിട്ടോ ആളുടെ ജീവൻ നമ്മളിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ചികിത്സിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ജസ്റ്റിസിന്റെ കാര്യം. അതായത് അത് നേടിക്കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അത് കിട്ടേണ്ട സമയത്താണ് അത് നമ്മൾ നൽകേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തണുത്താറി ആ ആൾ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു പോയി കഴിയുമ്പോഴല്ല നീതി മേടിച്ചു കൊടുക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് പറയാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന എൻ്റെ അടുക്കി ഒരാളൊരു സഹായത്തിന് വന്നാൽ ഒരു അപകടത്തിലാണെങ്കിൽ അയാളെ അപകടസന്ധിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എലിസബത്ത് അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എലിസബത്ത് പറയുന്നത്, ഞാൻ ഒരുപാട് വിശ്വസിച്ച ഒരാൾ, ഒരു ജീവിതത്തിൽ എന്നും ലൈഫിൽ കൂടെ കാണണമെന്ന് വിചാരിച്ച ഒരാൾ ഒരിക്കലും എലിസബത്തിനോട് ഇങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനൊരു വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് വിചാരിച്ചില്ല. അതോടൊപ്പം തന്നെ ഇയാളുടെ മുൻ ബന്ധങ്ങൾ, മുൻ ഭാര്യമാർ, അവരിൽ പലരുമായിട്ടും പ്രത്യേകിച്ചും ആദ്യ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഈ പറയുന്ന ബാലയ്ക്ക് ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. കാരണം USA പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇയാൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ ഇവരുമായിട്ടാണെന്ന് പിന്നീട് എലിസബത്ത് കണ്ടെത്തുകയുണ്ടായി. അത് മാത്രമല്ല ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാര്യ എന്ന് പറയുന്ന ഗായികയാണ്. ആ ഗായികയ്ക്ക് അപ്പുറത്ത് മറ്റൊരാൾ ഭാര്യയായിട്ടുണ്ടായിരുന്നു എന്ന വിവരം പോലും ഈ വിവാഹത്തിന് ശേഷമാണ് എലിസബത്ത് അറിയുന്നത് എന്നുകൂടി എലിസബത്ത് പറഞ്ഞു. അതെ, അത് മാത്രമല്ല നമ്മുടെ നിയമത്തിലുള്ള വിശ്വാസം എലിസബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം എലിസബത്ത്, ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഒരു വ്യക്തമായിട്ട് പറഞ്ഞത്. പക്ഷേ എവിടെ ആയാലും ഇനി അവർക്കതൊന്നും നോക്കാമല്ലോ. എനിക്കൊന്നും എലിസബത്തിന് ഒരു പതിവിൽ കവിഞ്ഞൊരു ധൈര്യം, ഒരു ആർജവം ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് പറയാൻ, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭീഷണികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് സൗഹൃദ ഭാഷയിലാണ് വരുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത്. സ്ഥിരമായി ഒരിക്കലും വിളിക്കാത്ത എങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, കുശലം അന്വേഷിക്കുന്നു, കേസ് കൊടുക്കേണ്ട കാര്യമുണ്ട്, കേസ് പിൻവലിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എലിസബത്തിനെതിരെ കൊടുത്ത കേസിൽ ഒരു അപ്ഡേറ്റും ഇതുവരെ എലിസബത്തിന് ചിരിയാ വരുന്നത്. കാരണം വലിയ പ്രഹസനമൊക്കെ കാണിച്ച് ബാല എലിസബത്തിനെതിരെ കൊണ്ട് കേസ് കൊടുത്തു. പക്ഷേ ഇതുവരെ എലിസബത്തിനോട് ഒരു പോലീസ് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എലിസബത്തിനോട് ഹാജരാകാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന മെയ് 3-ാം തീയതി എന്തോ ക്രൂഷ്യലായിട്ടൊരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇവരോട് വരണമെന്നെന്തോ ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിൽ നിന്ന് നല്ലെന്നാണ് അവരുടെ വിശ്വാസം. കാരണം പോലീസുകാർ അങ്ങനെ അല്ല പറയുന്നതെന്നാണ് എലിസബത്ത് വിചാരിക്കുന്നത്. സോ അത് വരാൻ പറ്റില്ല. ബിക്കോസ് ഞാനൊരു MDക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പഠിക്കുന്നത്, ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോൾ വരാൻ പറ്റില്ല എന്ന രീതിയിൽ തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അത് കൂടാതെ എലിസബത്തിൻ്റെ അമ്മയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. പിന്നെ വേറൊരു ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറക്കി വിടാൻ സഹി കെട്ടിട്ട് ഇത്രയും അബ്യൂസിങ് സഹിച്ച് ഇറങ്ങി പോകാൻ പോകുമ്പോൾ ഇയാൾ ചോദിക്കുന്നത്, ഒരു 10 ദിവസം നിന്റെ വീട്ടുകാരോ നോക്കും, അതിനുശേഷം അവർ നിന്നെ ഇറക്കി വിടും. അപ്പോൾ നാണം കെട്ടി ഇവിടെ തിരിച്ചു കയറി വരുന്നതാണോ നല്ലത്, ഇപ്പോഴേ തിരിച്ചു കയറുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിച്ച് പലവട്ടം ടോർച്ചർ എലിസബത്തിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ എലിസബത്ത് ഇപ്പോഴും അടിയുറച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വീട്ടുകാരാണ് എൻ്റെ ബലം. അവർ അന്നും ഇന്നും എലിസബത്തിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവർ പറയുന്നത്, നിന്റെ ഇഷ്ടം, പക്ഷെ നീ അവിടെ താമസിക്കുന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ ഭീതിയാണ് കുഞ്ഞെ, നീ തിരിച്ചു വാ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പലവട്ടം ഇയാളുടെ അടിയും തൊഴിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കരയുമ്പോഴും ഇയാൾ പിന്നീട് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെയും ഇവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഇവരുടെ പാരൻസ് ചോദിക്കുന്നത്,
എലിസബത്ത് എന്തിനാണ് പോകുന്നത്, ഇനിയും നീ എന്തിനാണ് അവൻ്റെ ഈ കള്ളക്കരച്ചിൽ കൊണ്ട് പോകുന്നതെന്നായി അവർ ചോദിച്ചിട്ടുള്ളൂ. ഇവളുടെ അല്ലെങ്കിൽ ഇവരുടെ ജീവനെ ഓർത്ത് മാത്രമാണ് എലിസബത്തിന്റെ പാരൻസ് അന്നും ഇന്നും ടെൻഷൻ അടിച്ചിട്ടുള്ളതെന്നാണ് എലിസബത്ത് പറയുന്നത്. സത്യം എന്തൊരു ഗതികേടാണല്ലേ, ഇത്രയും നല്ലൊരു ഫാമിലിയിൽ ഇത്രയും നല്ലൊരു ഡോക്ടറായിട്ട് ജീവിച്ചിട്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരെ, ഇവളുടെ റിലേറ്റീവ്സിനെ, ഇവരുടെ ബ്രദറിന്റെ സിസ്റ്ററിനെയും അതുപോലെ ബ്രദറിനെയൊക്കെ ഇയാൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇയാൾ വേറെ പലരെയും കൊണ്ട് ചോദിപ്പിക്കുമായിരുന്നു ഈ ഇവരുടെ ബ്രദറിന്റെ ഇടയ്ക്ക്, ഇങ്ങനൊരു പെങ്ങള് കാരണമല്ലേ തനിക്കൊക്കെ ഈ നാണക്കേട് ഉണ്ടായത്, അതായത് അവരെ മെന്റലി ടോർച്ചർ ചെയ്യുക. അപ്പൊ അവർക്കൊരു ഇറിറ്റേഷൻ എലിസബത്തിനോട് ഉണ്ടാവുമല്ലോ, ഇവൾ ഇങ്ങനെ പോയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ പരാതി കൊടുത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ കേൾക്കേണ്ടി വരുന്നൊരു ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. എലിസബത്ത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മുൻ വിവാഹത്തെ പറ്റി അടക്കം, അതായത് ആ ഒരു വ്യക്തിയിൽ നിന്ന് വിവാഹമോചനം നേടാൻ അടക്കം സഹായിച്ചത് ഈ പറയുന്ന ബാലയാണെന്നും, അതായത് A to Z കാര്യങ്ങൾ ബാലയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ബാല എലിസബത്ത് എന്ന വ്യക്തിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. പിന്നെ കുറച്ചുകൂടെ ക്രൂക്ഡ് മൈൻഡ് ആയിരുന്നുകൊണ്ട് അന്ന് തന്നെ എലിസബത്തിനെ ഉപേക്ഷിക്കാനുള്ളതാണെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം അത് ലീഗലി 100% റൈറ്റ് ആണ്. അത് പൗർണമി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അയാൾ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ചെന്നായാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ വലിയ ഗംഭീര റിസപ്ഷൻ, സിനിമാ നടന്മാരും നടിമാരും ഒക്കെ പങ്കെടുത്ത ഒരു കല്യാണ മാമാങ്കമായിരുന്നു ശരിക്കും അവരുടെ. പക്ഷെ അത് രജിസ്റ്റർ ചെയ്തില്ല. അത് ലീഗലി രജിസ്റ്റർ ചെയ്യാൻ ഒരു റീസൺ ആൾക്കാരുടെയൊക്കെ കണ്ണിൽ പൊടിയിടുക, പ്രത്യേകിച്ചും ഗായിക അമൃതയുടെ കണ്ണിൽ പൊടിയിടുക, നിയമത്തിന്റെ മുൻപിൽ പൊടിയിടുക, ആൾക്കാരുടെ മുമ്പിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. അമൃതയെ തല്ലി കൊല്ലണം, അതായത് സൈബർ ആക്രമണികൾ അമൃതയെ നട്ടലൊടിപ്പിച്ചിടണം, ഒരു പ്രൊഫഷണലി കൊല്ലണം. അത് തന്നെ എലിസബത്ത് പറയുന്നുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൊണ്ടുണ്ട് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നിയത്. മറ്റൊന്നുമല്ല, അതായത് ബാലയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീകളും സന്തോഷമായിട്ട് ജീവിക്കരുതെന്ന് നിർബന്ധമുണ്ട് ഈ വ്യക്തിക്ക്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ എലിസബത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഒരുപാട് പേര് നല്ലത് ആഗ്രഹിക്കുന്നുണ്ട്, താൻ ധൈര്യപൂർവ്വം ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവരോടെല്ലാം സ്നേഹവും നന്ദിയും താങ്ക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴും അത് തന്നെയാണല്ലേ ശരിക്കും. അതെ, അവർക്ക് ഇപ്പോഴും പറയാനുള്ളത്, അവര് വീഡിയോ ഇട്ടതും നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ പറഞ്ഞ എലിസബത്തിന്റെ വെൽനെസ് ആഗ്രഹിക്കുന്ന, എലിസബത്തിന്റെ സേഫ്റ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെയാണ് പറഞ്ഞത്, വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എലിസബത്തിന് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ നിയമത്തിൽ ഇപ്പോൾ നമുക്ക് വലിയ ഒരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഒരു നടപടികളും ആരും അവർക്കെതിരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കോമാളിത്തരം കാണിച്ച ഈ ഒരു വൃത്തികേട് കാണിക്കുന്നവനെതിരെ ഒരു നിയമ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി എലിസബത്ത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എലിസബത്തിന്റെ പരാതിയിന്മേൽ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് എലിസബത്ത് ജീവനോടെ ഉണ്ടായാൽ എലിസബത്തിന്റെയും എലിസബത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും ഭാഗ്യം.